Let's continue with Peril by Toni Morrison. Second paragraph. The writers face threat from the authoritarian governments as they speak against their oppression. The authoritarian regimes adopt certain methods to maintain their control over the writers. They practice surveillance, censorship, arrest, and even killing of writers who inform and disturb the public. അതോറിറ്റേറിയൻ ഗവൺമെൻറ്റ്സ് അവർക്കെതിരെ സംസാരിക്കുന്ന റൈറ്റേഴ്സിനെ സൈലൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റ്സ് ഈ ഡിക്റ്റേറ്റേഴ്സ് പല ഉപാധികളും സ്വീകരിക്കുന്നു, പല മെത്തേഡ്സും അവർ സ്വീകരിക്കുന്നു. ആൻഡ് ദീസ് ഇൻക്ലൂഡ് surveillance, surveillance means a close observation. ദെൻ സെൻസർഷിപ്പ്, അവരുടെ റൈറ്റിങ്സിനെയൊക്കെ സെൻസർഷിപ്പിന് വിധേയമാക്കുന്നു. അറസ്റ്റ്, ചിലരെ അറസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഈവൻ കില്ലിംഗ് ഓഫ് റൈറ്റേഴ്സ് ഹു ഇൻഫോം ആൻഡ് ഡിസ്റ്റർബ് ദ പബ്ലിക്, ചിലരെ കൊന്നുകളയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. അക്കോർഡിംഗ് ടു ടോണി മോറിസൺ, the role of a writer is to wake up the public from their oppressed state. The writers are also meant to make the people realize the politics behind the so-called peace that the regime forces down on the population. Morrison says that the world will be a bleak place if there are no writers and their creative works. The ordinary folks will remain ignorant of the social oppression, and their condition becomes equally perilous as rebellious writers. Therefore, she says that the life and works of writers facing peril must be protected as it affects us as well. There are many examples for writers fleeing from their home countries as they have voiced their opinions against the ruling governments. Free writers are a trouble to warmongers, torturers, racists, corporate thieves, etc. Morrison adds that the history of persecuted writers is as long as the history of literature. Here, Toni Morrison talks about the role of a writer. What should be the role of a writer? Morrison says that the role of a writer is to wake up the public from their oppressed state. സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജനങ്ങൾ ഒരു അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലാണ്. ദേ ആർ ഇൻ ആൻ ഒപ്രസ്ഡ് കണ്ടീഷൻ ആൻഡ് ദ റോൾ ഓഫ് എ റൈറ്റർ ഈസ് ടു വേക്ക് ദം അപ്പ് ഫ്രം ദാറ്റ് ഒപ്രസ്ഡ് സ്റ്റേറ്റ്. ചിലപ്പോൾ ഈ അതോറിറ്റേറിയൻ റഷീമിൽ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ എക്സ്റ്റേണലായിട്ടുള്ള ഒപ്രഷനൊന്നും കാണത്തില്ല. പുറമേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഉള്ളിലെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഒരു പവർ പൊളിറ്റിക്സ്, എ പൊളിറ്റിക്സ് ഇസ് ദിയർ. അതിനെ ചകഞ്ഞ് പുറത്തെടുക്കുക എന്നൊരു ഡ്യൂട്ടി കൂടി റൈറ്റേഴ്സിനുണ്ട് എന്നാണ് ടോണി മോറിസൺ പറയുന്നത്. പിന്നെ എഴുത്തുകാരും അവരുടെ എഴുത്തുകളും ഒന്നുമില്ലാത്ത ഈ ലോകം, ഒന്നുമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ലോകം ഒരു ഡാർക്ക് സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്ലീക്ക് സ്പേസ് ആയിരിക്കും, ഒരു ബ്ലീക്ക് പ്ലേസ് ആയിരിക്കും എന്നൊക്കെ ടോണി മോറിസൺ പറയുന്നുണ്ട്. വേറൊരു കാര്യം, അതായത് ഈ അതോറിറ്റേറിയൻ ഗവൺമെൻറ്റ്സിന് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന റൈറ്റേഴ്സ് ഒരുപാട് ത്രെറ്റ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഭീഷണികൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ നിൽക്കാനായിട്ട് റൈറ്റേഴ്സ് ഒന്നുമില്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യപ്പെടുന്നത് സാധാരണ ജനങ്ങളായിരിക്കും. അതുകൊണ്ട് ടോണി മോറിസൺ പറയുകയാണ്, എന്ത് വില കൊടുത്തും ഈ റൈറ്റേഴ്സിനെ സംരക്ഷിക്കണം. ഒരു സംരക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ ഒരുപാട് റൈറ്റേഴ്സിന് അവരുടെ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനൊരുപാട് എക്സാമ്പിൾസും ഉണ്ട്. ഈ റൈറ്റേഴ്സ് എപ്പോഴും ഒരുപാട് ത്രെറ്റ്, സത്യം പറയുന്നത് കൊണ്ട്
അവരൊരുപാട് ത്രെറ്റുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. ലിറ്ററേച്ചറിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ദ ഹിസ്റ്ററി ഓഫ് പെർസിക്യൂട്ടഡ് റൈറ്റേഴ്സ് ഈസ് ആസ് ലോങ് ആസ് ദ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ. ഇപ്പോൾ പ്ലേറ്റോ, സൊഫോക്ലീസ്, അരിസ്റ്റോട്ടിൽ ഇവരെല്ലാവരും അധികാര വർഗത്തിനെതിരെ അല്ലെങ്കിൽ നിലനിന്നിരുന്ന അധികാര വ്യവസ്ഥയ്ക്കെതിരെ നിന്നവരാണ് ഈ റൈറ്റേഴ്സ് എല്ലാവരും. See the next paragraph. There are two human responses to the perception of chaos, naming and violence. Morrison says that when the writers create ideological revolutions, the authorities make use of these methods to silence them. If they are challenging the authorities via peaceful means, they rely upon naming the stars. That is, they name the dissident writers as Maoist, terrorist, antichrist, heretic, etc. If they depend on rebellious or revolutionary means to reform their world, then violence becomes the response. These responses are rational and they may be censure, incarceration in holding camps, wars, deaths, etc. To Morrison, there is a third response to chaos, and it is stillness. This stillness can be passivity or dumbfoundedness from the part of the authorities. That is, they can silence the creative writers by not responding or listening to their queries and requirements. അതോറിറ്റേറ്റീവ് ബിഹേവിയേഴ്സിനെതിരെ നിലകൊള്ളുന്ന റൈറ്റേഴ്സിനെ സപ്രസ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സും ഈ അതോറിറ്റേറിയൻ ഗവൺമെൻറ്റ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ദറ്റ് ഈസ് നെയിമിങ് ദ സ്റ്റാർസ്. ഇപ്പോൾ അവർ പീസ്ഫുൾ മീൻസ്, വലിയ റവല്യൂഷൻസ് ഒന്നും കൂടാതെ പീസ്ഫുൾ മീൻസിലാണ് റിഫോം ചെയ്യാൻ നോക്കുന്നതെങ്കിൽ they name the writers, the dissident writers as Maoist, terrorist, antichrist, heretic, etc. ഇങ്ങനെ ചില പേരുകളൊക്കെ കൊടുത്ത് അവരെ പതുക്കെ സപ്രസ് ചെയ്യും. അവർക്ക് മാവോയിസ്റ്റ് എന്നും ടെററിസ്റ്റ് എന്നും ആൻറ്റിക്രൈസ്റ്റ് എന്നും ഹെററ്റിക് എന്നൊക്കെ വിളിച്ചാണ് അവരെ സൈലൻസ്ഡ് ആക്കുന്നത്. If the writers adopt rebellious or revolutionary means to reform their world, then violence becomes the response. അപ്പം അവർ കൊന്നുകളയുക അല്ലെങ്കിൽ അവരെ യുദ്ധത്തിലേക്ക് അവരെ കോൺഫ്ലിക്റ്റിന് വിധേയമാക്കുക, അങ്ങനെ പല വയലൻറ്റ് റെസ്പോൺസസും ദേ ടേക്ക് വയലൻറ്റ് റെസ്പോൺസസ്. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് സ്റ്റിൽനെസ്. അതായത് the authoritarian governments do not respond or listen to their queries and requirements. അവരെ ഇഗ്നോർ ചെയ്യുക, അവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക, കണ്ടില്ല